അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും സലാമത്തും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അൻവാർ എഫസിൻ്റെ കുടുംബം അല്ലാഹു തരട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. റജബിലും ശഅബാൻ നമുക്ക് ബറക്കത്ത് നൽകി റമളാനിലേക്ക് ആഫിയത്തോടെ എത്തിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച എന്ന് പറയുന്ന റജബിൻ്റെ രണ്ടാമത്തെ 10 ഒരു വെള്ളിയാഴ്ചയിൽ, പ്രഥമ വെള്ളിയാഴ്ചയിൽ, ആദ്യ വെള്ളിയാഴ്ചയിൽ നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദമാണ്, ആവേശമാണ്, ആഹ്ലാദമാണ്. മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ് പരിശുദ്ധമായ ജുമാ ദിവസം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ ഒരാഴ്ചത്തെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഇതിൽ മാർഗമുണ്ട്. മാത്രമല്ല നരകമോചനം അതിൽ ഉറപ്പ് പറയുന്നുണ്ട്. 6 ലക്ഷത്തോളം ആളുകൾക്ക് സാധാ വെള്ളിയാഴ്ച. റജബിലാകുമ്പോഴോ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നരകമോചിതരുണ്ട്. അള്ളാഹു നരകമോചനം കൊടുക്കും. അപ്പോൾ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാൽ മതി, അള്ളാഹുവെ നരകമോചനം തരണേ അള്ളാഹ് മനസ്സിൽ തട്ടിയിട്ട് ചോദിക്കണമെന്ന്. വല്ലാത്ത ഫضലാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ മുഴുവൻ ലൈഫിൻ്റെ അവസ്ഥകൾ, എക്സ്പീരിയൻസ്, അതിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടാൻ ഈ വെള്ളിയാഴ്ചയിൽ നമുക്ക് അള്ളാഹിനോട് കൽബ് തുറന്ന് പറയാം. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കടസംബന്ധമായ, സാമ്പത്തിക സംബന്ധമായ പല പ്രശ്നങ്ങളും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ സലാമത്ത് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പലപ്പോഴും അവരുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യതയുടെ കാര്യത്തിൽ, നിസ്കാരം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അതിൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട്. ആ ഒരു വിഷമാകാം. പിന്നെ മോളൊക്കെ കെട്ടിക്കാൻ പ്രായമായി, അല്ലെങ്കിൽ മക്കൾ മുതിർന്നു വന്നു, അവർക്ക് നല്ലൊരു കുടുംബം, ഒരു നല്ലൊരു വിവാഹബന്ധം, അതൊക്കെ അന്വേഷിക്കുകയാണ്. നല്ല നിലക്ക് നടക്കണം. അതിൽ സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഏത് പ്രശ്നവും പരിഹരിച്ചെടുക്കാനും ഏത് ഖൈറും നമുക്ക് നേടിയെടുക്കാനുമുള്ള ഒരു അത്ഭുതകരമായ ദിക്ർ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ദിക്ർ പലപ്പോഴും നമ്മൾ പരിചയപ്പെട്ട ദിക്റാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട്, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ദിക്ർ 100 വട്ടം 1000 വട്ടം ഒന്നും വേണമെന്നില്ല. ഒരു 10 വട്ടം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 10 വട്ടം ചെയ്താൽ മതി. ഈ ദിക്റിൻ്റെ പവർ ഇത് ചുമ്മാ ദിക്റല്ല, ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുവന്ന ഒരു കഷണമാണ്. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മനോഹരമായ സ്വർഗത്തിൻ്റെ ഒരു കവാടം, ഒരു ഡോർ, ഒരു വാതിൽ, അത് ഈ പരിശുദ്ധമായ ദിക്റാണ്. മനോഹരമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ദിക്റാണ്. ആ ദിക്ർ നമ്മുടെ ലൈഫിലുണ്ടോ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. ഹദീസിൽ തന്നെ പറയുന്നത് നോക്കി പ്രിയപ്പെട്ടവരെ, കേട്ടോളൂ. മൻ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനെക്കുറിച്ച് ഇനി പറയണ്ടല്ലോ, വർത്താനല്ല, നമുക്ക് പറഞ്ഞ് എവിടെ എത്തിക്കാൻ പറ്റില്ല അതിൻ്റെ മഹത്വം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് നമ്മൾ പറയുന്നു. അതോടൊപ്പം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എത്ര സിമ്പിളാണ്. എന്താ പറയുന്നത്? അള്ളാഹുവേ, എന്നെ കൊണ്ടൊരു കഴിവില്ല, ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം തന്നെ നടക്കില്ല. അപ്പോൾ ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട്, ഞാനിപ്പോൾ കൈ അനക്കുന്നുണ്ട്, കാലനക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് സ്വന്തമാണെങ്കിൽ പറ്റുമോ? എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം തന്നെ ഞാൻ സ്വന്തം നിയന്ത്രിച്ചാൽ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പം എൻ്റെ ആന്തരികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, എൻ്റെ ഓക്സിജൻ, എൻ്റെ ഈ ഒരു പവർ എല്ലാം, ഈ ഊർജം, ഇതെല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടല്ലോ. എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, പുറത്ത് നടക്കുന്നുണ്ട്, സ്കിന്നിൽ നടക്കുന്നുണ്ട്, ഞരമ്പുകളിൽ നടക്കുന്നുണ്ട്, ഹാർട്ടിൽ എല്ലാ പ്രവർത്തനം നടക്കുന്നുണ്ട്, വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നിയന്ത്രണം ഒന്നും പടച്ചോനെ ഇതെങ്ങനെയാണ് ഞാൻ കാണുന്ന പോലും ഇല്ല. എനിക്ക് കാണാൻ പറ്റില്ല. എന്നെ തന്നെ എനിക്ക് കാണാൻ പറ്റുമോ? എന്നെ തന്നെ പൂർണ്ണമായിട്ട് എനിക്ക് കാണാൻ പറ്റുമോ? ബാക്ക് കാണേണ്ട, ഫ്രണ്ട് തന്നെ, എൻ്റെ മുഖം കാണാൻ തന്നെ ഞാൻ കണ്ണാടിയുടെ സഹായത്തോടെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല. അല്ലാ, നീ തരുന്ന കഴിവേ പറ്റുള്ളൂ, നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ, എന്നെ സഹായിക്കണം എന്ന് പറയുന്ന വാക്കാണ്. ഈ വാക്ക് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഒരാൾ പറഞ്ഞു. എത്ര? 10 മറാത്ത്. ഈ ഹദീസിൽ പറയുന്നത് 10 വട്ടം പറഞ്ഞു. സെക്കൻഡുകൾ മതിയല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ ഒരാൾ പറഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബരിഅ മിൻ ദുനൂബിഹി, അവൻ്റെ തെറ്റിൽ നിന്നും അവൻ ഒഴിവാകും. ഇത് 10 വട്ടം, 10ാമത്തെ വട്ടം കംപ്ലീറ്റ് ചെയ്ത് പറയലോടുകൂടെ, സെക്കൻഡുകൾ മതി, അത് പറയലോടുകൂടെ ഇയാൾ തെറ്റിൽ നിന്നും ഇയാളെ അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. എത്ര? 1000, 1 കോടി, 10 കോടി തെറ്റ് അല്ല. കയ്യൗമ വലദതുഹു ഉമ്മുഹു. ഒരു ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിൽ എത്ര തെറ്റുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. പരിശുദ്ധയാണ് ആ കുഞ്ഞ്. അതേപോലെയാകും ഇത് 10 വട്ടം കൽബറിഞ്ഞു പറഞ്ഞാൽ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുക.
വഉഫിയ മിൻ 70 ബലാ മിൻ ബലാഇ ദുനിയ എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ദുനിയാവിൻ്റെ ഏതു പരീക്ഷണ, രോഗമാകാം, കടങ്ങളാകാം, പ്രയാസമാകാം, ടെൻഷനാകാം, മക്കളുടെ കാര്യമാകാം, ഭർത്താവിൻ്റെ കാര്യമാകാം, ഭാര്യയുടെ കാര്യമാകാം, കുടുംബമാകാം, അയൽവക്കാകാം, എന്തുമാകാം, നിങ്ങളെ ജോലിയാകാം, ശമ്പളമാകാം, നമ്മുടെ വാഹനമാകാം, നമ്മളെ ടച്ച് ചെയ്തിരിക്കുന്ന ഏത് ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഈ അത്ഭുതകരമായ ഈ ദിക്ർ കൊണ്ട് അതെല്ലാം അള്ളാഹു റിമൂവ് ചെയ്ത് കളയുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് ബെനിഫിറ്റുകൾ എമ്പാടും. മാനസികമായ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇത് വലിയ എളുപ്പമാണ്. ടെൻഷൻ മാറാൻ, അതായത് നമ്മുടെ കമ്മ മാറിക്കിട്ടണം, ടെൻഷൻ ഡിപ്രഷൻ മാറണം. ഇതിനേക്കാൾ വലിയ മരുന്ന് വേറെ ഇല്ല. നിങ്ങൾ എവിടെയും പോകണ്ട, ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ മരുന്നില്ല. ടെൻഷൻ മാറാൻ, മാനസിക പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കുഷ്ഠരോഗം, ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത, ശരീരത്തിൻ്റെ മാംസം കഴുകി പോകുന്ന രോഗമാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിനേക്കാൾ ഗൗരവമുള്ള രോഗം, അതിൽ നിന്ന് സലാമത്ത് കിട്ടും. വെള്ളപ്പാണ്ട് രോഗം, പിശാചു ബാധ ഏൽക്കുക, ഇതിൽ നിന്നൊക്കെ കാവൽ കിട്ടും പ്രിയപ്പെട്ടവരേ. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പാരായണം ചെയ്യണം. ഈ പരിശുദ്ധമായ ദിക്ർ 10 വട്ടം മതി. ഇനി 100 വട്ടം ഒരാൾ ചൊല്ലിയാലോ? കേട്ടില്ലേ, ഹദീസിൽ കാണാം, ഇബ്നു അബി ദുനിയ തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ലം യുസിബുഹു ഫഖ്റുൻ അബദ, ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് ടൈം മുഴുവനും ഇല്ലായ്മ, കടം വാങ്ങൽ, ദാരിദ്ര്യം ഇതുണ്ടാവില്ല. 100 വട്ടം ചൊല്ലിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പോൾ 100 വട്ടാകുമ്പോൾ 100 വട്ടം ചൊല്ലിയതിൻ്റെ പ്രതിഫലം കിട്ടും, 10 വട്ടത്തിൻ്റെ കിട്ടും. അപ്പോൾ 100 ആക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. ഏതായിരുന്നാലും ഈ ദിക്റുകളുമായി നമ്മൾ എപ്പോഴും എൻഗേജഡ് ആകണം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഈ ദിക്ർ കൊണ്ട് നമുക്ക് കിട്ടാത്തതൊന്നുമില്ല, തട്ടിപ്പോകാത്തതൊന്നുമില്ല. നല്ല ഷെറുകളൊക്കെ തട്ടിമാറിപ്പോകും എന്ന്. ഇത് കെൻസു മിൻ കുനൂസുൽ ജന്ന, സ്വർഗത്തിൻ്റെ ഒരു നിധിയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബിയല്ലേ. ആ സ്വഹാബി വര്യൻ്റെ മകനാണ് സാലിം റളിയല്ലാഹു അൻഹു. സാലിം റളിയല്ലാഹു അൻഹു ശത്രുക്കൾ കൊണ്ടുപോയി ബന്ദിയാക്കി കളഞ്ഞു, കെട്ടിയിട്ടു, ലോക്ക് ചെയ്തിട്ടു. മോൻ വരുന്നില്ല, വിഷമായി മാതാപിതാക്കൾക്ക്. നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നു, നബിയെ, മോനെ ശത്രുക്കൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അവർ ജയിലിലടക്കപ്പെട്ടു, ഞങ്ങൾ എന്താ ചെയ്യുക? ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര വിഷമാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദുലില്ലാ, പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞെന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ഇത്തഖില്ലാഹ വസ്ബിർ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചോളൂ, ക്ഷമിച്ചോളൂ, അള്ളാഹു സലാമത്താക്കും. പിന്നെ അങ്ങനെ ക്ഷമിച്ചൊരു മൂലയിരുന്നാൽ പോരാ, നിങ്ങൾ ആ പൊന്നുമോനെ ഇങ്ങോട്ട് കിട്ടാനുള്ള, ആ പൊന്നുമോൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് റിലീസായി വരാനുള്ള മന്ത്രം പ്രയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പരിശുദ്ധമായ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ പറഞ്ഞു കൊടുത്തു. അത് ധാരാളം പേടെ, എണ്ണം നോക്കണ്ട, ചുമ്മായിട്ട് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അവരിങ്ങനെ ആവേശത്തോടുകൂടെ ചൊല്ലി താമസിയാതെ തന്നെ ഈ മോൻ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ കണ്ണു വെട്ടിച്ചിട്ട് വീട്ടിലേക്ക് വരിക. ചുമ്മാ വരികയല്ല, 4000 ആടുകൾ കൊണ്ടും 50 ഒട്ടകങ്ങൾ കൊണ്ടും വലിയ സമ്പത്ത് കൊണ്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ആനന്ദകരമായി സമ്പത്തും സന്തോഷവും ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ഇത് മതിയാകും. വലിയ അത്ഭുതകരമായ നേട്ടങ്ങൾ കൊണ്ട് ആ പൊന്നുമോൻ മടങ്ങി വന്നു എന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഈ ദിക്ർ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ കാന ദവാഅൻ മിൻ 99 ദാഅ ഐസുർഹ അൽ ഹമ്മു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി തങ്ങളെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ മാത്രം പറയുമ്പോൾ തന്നെ അള്ളാഹു 99 രോഗങ്ങൾക്ക് അത് മെഡിസിനാണ്, മരുന്നാണ്. അതിൽ ഏറ്റവും ചെറിയ രോഗം, 99 രോഗം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ തലവേദനയോ അല്ല നീരുവീഴ്ചയോ ജലദോഷം, അല്ല, 99 വലിയ രോഗങ്ങളാണ്. അത് ഏറ്റവും ചെറിയ രോഗം അൽഹമ്മു, ടെൻഷനാണ്, ഡിപ്രഷൻ. ഏത് വിഷയത്തിലാണോ നമുക്ക് ഒരു പ്രയാസമുള്ളത് ആ വിഷയം, അത് ഏറ്റവും ചെറുതാണ്. ബാക്കിയുള്ള വമ്പൻ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് വലിയൊരു മെഡിസിനാണ് ഈ പറയുന്നത്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു കവാടം തന്നെ ഈ പരിശുദ്ധമായ ദിക്റാണ്. അലാ അദുല്ലുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ എന്ന് സ്വഹാബത്തിനോട്. ബലാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വാതിൽ ഏതാണെന്ന് പറഞ്ഞാലും നബിയേ. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പോൾ പണവും പവറും വരാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ആ ദിക്റും പതിവാക്കിയാൽ മതി. അതിൻ്റെ ഒപ്പം ബിസ്മി ചേർക്കുകയാണെങ്കിൽ വളരെ നന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
അത് പതിവാക്കിക്കോ പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാ, പ്രശ്നപരിഹാരമാണ്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അസ്ർ കഴിയുമ്പോൾ ഭയങ്കര ഇജാബത്തുള്ള നേരാട്ടോ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മറന്നു പോകരുത്. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله